ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമാ ബഅദ്. ഏറ്റവും ബഹുമാനാദരവുകൾ നിറഞ്ഞ ഉസ്താദുമാരെ, പ്രിയ രക്ഷിതാക്കളെ, കൂട്ടുകാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. മദഹിലൂടെ മനസ്സ് മദീനയിലേക്കും അനുരാഗിയുടെ അന്തരങ്ങളെ പ്രവാചക പ്രവീർത്തനങ്ങളാൽ പ്രേമ പ്രചോദനത്തിനായി നയിച്ചുകൊണ്ട് വാക്കിലും കാവ്യത്തിലും കഥയിലും കഥാകഥയിലും തിരു ഹബീബിന്റെ അറ്റമില്ലാത്ത കടൽ തിരമാലകളെ പോലെ പ്രവാചക ചൈതന്യത്തിന്റെ എണ്ണിയാലൊതുങ്ങാത്ത ചരിത്ര പാഠങ്ങളും ഏതാനും ശകലം മാത്രം ഞാൻ എൻ്റെ മനഃപ്രേമികൾക്ക് പറഞ്ഞു തരാൻ ആഗ്രഹിക്കുന്നു. നാഥൻ തൗഫീഖ് നൽകുമാറാവട്ടെ. ആമീൻ. സഹോദരി സഹോദരങ്ങളെ, ആരാണ് മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം? ആരാണ് മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം? തരിശായിൽ കിടക്കുന്ന കടും ചിന്തകളുമായി അറേബ്യയിൽ നിന്നും അകറ്റി മാറ്റിയ മൂഢത്തരത്തെയും ദുസ്വഭാവത്തെയും ജാഹിലിയായ സംസ്കാരത്തെയും മാറ്റി അഖില ലോക നേതാക്കളിൽ വിനയം കെടാത്ത വിളക്കുകളുമായ വിശ്വഗുരു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഡോക്ടർ ബെർണാഡിഷ പറയുന്നു, I like Muhammad. Muhammad was not only perfect and a scientist. ഞാൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഇഷ്ടപ്പെടുന്നു. മറിച്ച് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ശാസ്ത്രജ്ഞൻ മാത്രമല്ല, ഒരു സാമൂഹ്യ പരിഷ്കർത്താവും കൂടിയാണ്. നടക്കുന്ന മൃഗങ്ങളെയും പറക്കുന്ന പക്ഷികളെയും മേയുന്ന ജന്തുക്കളെയും നീന്തുന്ന മത്സ്യങ്ങളെയും വർണ്ണവർഗിയാക്കിയിരുന്ന ലോക ജനതയെ ഏകോപിപ്പിച്ച് സഹോദരങ്ങളാക്കി മാറ്റി. കറുത്തവനേക്കാൾ വെളുത്തവനോ അനറബിയേക്കാൾ അറബിക്കോ സ്ഥാനം കൊടുത്തിരുന്നില്ല. എല്ലാവരെയും സഹോദരങ്ങളെ പോലെ കണ്ടിരുന്നു. സ്വന്തം കൈകൊണ്ട് പടുത്തുയർത്തിയ മൺചുവരുകളും പനയോല കൊണ്ട് പടുത്തുയർത്തിയ മേൽക്കൂരയും ദിവസം അടിച്ചുവാരിയും ഫാനില്ലാതെയും AC ഇല്ലാതെയും മരുഭൂമിയുടെ മണ്ണിൽ അന്തിയുറങ്ങുന്ന രാജാക്കന്മാരുടെ രാജാവായും ചക്രവർത്തിമാരുടെ ചക്രവർത്തിയുമായ ഹബീബുന മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പാൽ കുടിക്കുകയും പാലിൽ കുളിക്കുകയും ചെയ്യുന്ന ഇന്നത്തെ കാലത്ത് അന്ന് 4 കന്നുകാലികളെ വാങ്ങി വളർത്തി സ്വന്തം കൈകൊണ്ട് കറന്ന് അങ്ങാടിയിൽ പോയി സാധനം വാങ്ങി വീട്ടിലേക്ക് വരുമായിരുന്നു. വീട്ടുകാരെയും അയൽവാസികളെയും സഹായിച്ച് സ്വന്തം കൈകൊണ്ട് ചെരുപ്പ് തുന്നിയും വസ്ത്രം വെച്ച് പിടിപ്പിക്കുകയും ചെയ്തിരുന്ന ഒരു നേതാവ് ലോകത്തുണ്ടെങ്കിൽ അത് ഹബീബുന മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മാത്രമാണ്. വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങയെ നമുക്ക് വേണ്ടിയാണ് സംവിധാനിച്ചത്. അപ്പോൾ നമുക്ക് അങ്ങയോടുള്ള കടപ്പാട് പറഞ്ഞു തീർക്കാൻ പറ്റാത്തതാണ്. നമുക്ക് എത്ര കടപ്പാടാണ് പറഞ്ഞു തീർക്കാൻ പറ്റാത്തത്. അപ്പോൾ നമുക്ക് എത്ര സലാത്ത് നബിയുടെ പേരിൽ വർദ്ധിപ്പിക്കാൻ പറ്റുമോ അത്രയും നമ്മൾ വർദ്ധിപ്പിക്കണം. ഇത്രയും പറഞ്ഞുകൊണ്ട് എന്റെ വാക്കുകൾ ഞാൻ ഇവിടെ ചുരുക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാവട്ടെ. അതിനു മുമ്പേ നമുക്ക് നബിയുടെ പേരിൽ 3 സലാത്ത് ചൊല്ലി